നിങ്ങളിപ്പോൾ ഒരു ഫ്രെയിമിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്, ആ ഫ്രെയിമിനകത്ത് മൊത്തം ഡാർക്കാണ്. അതിനകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രം ലൈറ്റ് വീണിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു പൂച്ചക്കുട്ടി ഇരിക്കുന്നുണ്ട്. ഒരു ഡാർക്ക് ഫ്രെയിമിനകത്ത് ഒരു ചെറിയൊരു ലൈറ്റ്. അതായത് ലൈറ്റിൻ്റെ ഡിഫറൻസ്, ബ്രൈറ്റ്നെസ് കാഴ്ചക്കാരൻ്റെ കണ്ണിനെ വളരെയധികം ആകർഷിക്കും. ഒരു സ്മൂത്ത് ലൈറ്റിങ് വരുന്ന ഒരു ഏരിയയിൽ പെട്ടെന്നൊരു ഹൈലൈറ്റ് ഉണ്ടെങ്കിൽ കാഴ്ചക്കാരൻ്റെ ശ്രദ്ധ ആദ്യം അങ്ങോട്ട് പോകും. ഹൈലൈറ്റ്സ് അത് കാഴ്ചക്കാരനെ വളരെയധികം ആകർഷിക്കും. അപ്പോൾ കാഴ്ചക്കാരൻ ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സാധാരണ ഫ്രെയിമാണ്, പക്ഷേ ഒരു സ്ഥലത്ത് മാത്രം കുറച്ചധികം ബ്രൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ ആയിരിക്കും കാഴ്ചക്കാരൻ്റെ കണ്ണിലേക്ക് ആദ്യം വരുന്നത്. അയാൾ ആദ്യം ശ്രദ്ധ പോകുന്നത് അതിലേക്കായിരിക്കും. ആ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് കാഴ്ചക്കാരൻ്റെ ശ്രദ്ധകൾ പെട്ടെന്ന് അങ്ങ് കയറി ചെല്ലും. അതിന് പ്രത്യേകിച്ച് എന്താ പറയുക, ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പ്രത്യേകിച്ച് ഡിമ്മായ ഒരു ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പല ലോക്കി ഫോട്ടോഗ്രാഫികളും, ലോക്കി എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഹൈലൈറ്റുള്ള ഭാഗത്തോട്ട് ആൾക്കാരുടെ ശ്രദ്ധ പോകും. അപ്പോൾ ലൈറ്റ് വീഴുന്ന ഭാഗത്ത് നോർമൽ ലൈറ്റിങ്ങിനേക്കാളും കൂടുതൽ ഒരു സ്ഥലത്ത് ഒരു ലൈറ്റിൻ്റെ ഡിഫറൻസ്, അല്ലാതെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ഉണ്ടെങ്കിൽ കാഴ്ചക്കാരൻ്റെ കണ്ണുകൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടായിരിക്കും പോവുക. അതല്ല വേറെ എവിടെ എന്തു തന്നെ ഉണ്ടെങ്കിലും അയാളുടെ കണ്ണുകൾ അങ്ങോട്ട് പോവാതെ ഈ ബ്രൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിലേക്ക് ഓടിച്ചെല്ലും. അതിനകത്ത് പിന്നെ അയാൾക്ക് അത് കണ്ടതിന് ശേഷമായിരിക്കും അയാൾ മറ്റുള്ള വസ്തുക്കളൊക്കെയും കാണുന്നത്. റെഡി? അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് 4ാമത്തെ പോയിൻ്റാണ്. അത് ലൈറ്റ് ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ലൈറ്റ്. ഒരു ലൈറ്റിൻ്റെ ഡിഫറൻസ് വരുന്ന ആ ഒരു ഏരിയയിലേക്ക് കാഴ്ചക്കാരൻ്റെ ശ്രദ്ധ പോകും. അപ്പോൾ 4 ഏതൊക്കെയായിരുന്നു? ഒന്ന് നോൺ ഒബ്ജക്ട്സ്, ബിഗ് സൈസ്, കളർ ആൻഡ് കോൺട്രാസ്റ്റ് ഡിഫറൻസ്, പിന്നെ ലൈറ്റിൻ്റെ ഡിഫറൻസ്, അതുപോലെ ഹൈലൈറ്റ് അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ്. അതിലേക്ക് കാഴ്ചക്കാരൻ്റെ ബ്രൈറ്റ് സ്പോട്ടിലേക്ക് കിട്ടും. ബ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ചിത്രത്തിന് ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും. ബ്രൈറ്റായ സ്പോട്ടിലേക്ക് അവിടുത്തെ കാഴ്ചക്കാരൻ്റെ പോകും, അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് കാഴ്ചക്കാരൻ്റെ ശ്രദ്ധ പോവാൻ സാധ്യത കൂടുതലാണ്.